السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. مرحبا صلي على هستم سنا خان رسول. مرحبا صلي على هستم سنا خان رسول. صد سلامی من بجسمِ پاک بھر جانے رسول. اے سباب بیک مشتاقان بدرگاہ نبی، او سلامم دست بستہ پیج ایمان رسول. പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലെ വസന്തമേ, പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ മനുഷ്യത്വത്തിന്റെ സമസ്യകളുടെ കുരുക്കഴിക്കുന്ന സന്ദർഭമേ, ഉദാത്തമേ ഈ സന്ദർഭം, ഉജ്ജ്വലമേ ഈ മുഹൂർത്തം. കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന് സ്വപ്നനഗരിയിലേക്ക് സ്വപ്നങ്ങൾ പൂത്തു നിൽക്കുന്ന കിനാവുകളുടെ കിനാവേ, പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുസദസ്സിലേക്ക് اے ثواب بیک مشتاقان بدرگاہ നബി. മനോഹരമേ സന്ധ്യാരാഗം പൊലിയാത്തതേ സന്ധ്യ, ഇത് മനുഷ്യത്വത്തിന്റെ സന്ധ്യ. ഇത് വിലപേശുന്ന നാണയത്തൊട്ടുകൾക്ക് മധ്യേ, പണത്തിന്റെ പാച്ചിലുകൾക്ക് മധ്യേ, ഭൗതിക പ്രമത്തതയുടെ സാഗരങ്ങൾക്ക് മധ്യേ മനുഷ്യത്വത്തിന്റെ തുരുത്ത് തീർക്കുന്ന സന്ധ്യ, മനുഷ്യന്റെ ആന്തരിക സ്വച്ഛതയെ ഉണർത്തുന്ന സന്ധ്യ, അവന്റെ മൗലിക ഭാവത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന സന്ധ്യ. ഇത് ആർത്തനാദം മുഴക്കുന്ന മാനവന്റെ കണ്ണീരിനെ സാക്ഷാത്കരിക്കുന്ന സന്ധ്യ. ഇന്നിൽ തയാ റീഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. എന്നെങ്കിലും ഇളങ്കാറ്റേ, എന്നെങ്കിലും ഇളം കാറ്റ് പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ നിനക്കാകുമെങ്കിൽ എന്റെ സലാം നീ എത്തിച്ചേകണം. ഇന്നിൽ തയാറി ഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. അഭിവന്ദ്യ തിരുമേനി മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ നഗരിയുടെ പരിശുദ്ധ മരുഭൂമിയിൽ ചെന്ന് എന്നെങ്കിലും മാരുതനെ മന്ദാനിലനെ മനുഷ്യത്വത്തിന്റെ ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് മാനവിക മൂല്യങ്ങളുടെ പുനരുത്ഥാനം സംഭവിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ മനുഷ്യത്വത്തിന്റെ ഗുരുവര്യർക്ക് എത്തിച്ചേകണേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിവാദ്യങ്ങൾ, ഞങ്ങളുടെ ജീവന്റെ തുടിപ്പുകൾ, ഞങ്ങളുടെ ഉന്നതമായ സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ, കാമനകൾ, അഭിലാഷങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന്റെ പ്രാർത്ഥനകളുമായിട്ട് മാരുതനെ നീ പറന്ന് ചെല്ലണേ, കടന്നു ചെല്ലണേ. മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതി പോലും നൊമ്പരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളീകരണം മുതൽ ആഗോള താപനം വരെ ചുറ്റുവട്ടത്ത് ഉയർന്നു നിൽക്കുന്ന സമസ്യകളിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യന് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവന്റെ മൗലിക സത്തയെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി, മനുഷ്യ നീ എന്ത്, മനുഷ്യ നിന്റെ പ്രഭവമെന്ത്, മനുഷ്യ നിന്റെ ഉത്ഥാനമേത്, നിന്റെ പതനമേത്, നീ എങ്ങു നിന്ന് വന്നവൻ, നീ എങ്ങോട്ട് പോണവൻ, നിന്റെ സ്വപ്നമേത്, ലക്ഷ്യമേത് എന്ന് മനുഷ്യനെ വിളിച്ച് വിളംബരം ചെയ്യുന്നതിന്, മനുഷ്യൻ വിൽപ്പനച്ചരക്കല്ല അങ്ങാടിച്ചന്തയിലെ കച്ചവട കമ്പോളത്തിലെ ചരക്കല്ലെന്ന് അടിവരയിട്ട് പറയുന്നതിന്, മനുഷ്യ നീ ഉത്കൃഷ്ടൻ, നീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം പോലെ, രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ പ്രകൃതി മനുഷ്യപുത്രനെ പോറ്റിപ്പോന്നിട്ടുള്ളത്. രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ വെയിലും ഈ പാമ്പും ഈ ഉറുമ്പും ഈ പൂക്കളും ഈ പുഴുക്കളും ഈ തരുക്കളും ഈ താരുക്കളും ഈ വാനവും ഈ ഭൂമിയും ഈ കരയും ഈ കടലും ഈ ഉദയവും ഈ അസ്തമയവും ഈ മേലാപ്പും ഈ വിരിപ്പും ഈ മുഹൂർത്തങ്ങളും ഈ കാലവും ഈ സാക്ഷിയുമെല്ലാം മനുഷ്യനെ പോറ്റിപ്പോന്നത് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ? മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം, മനുഷ്യൻ ഉത്കൃഷ്ടൻ, മനുഷ്യനുദാത്തൻ, അവന് വേണ്ടി വേലാപ്പായിട്ടൊരു നീലാകാശം. ആ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആദമിന്റെ സന്തതി, അവനേത് മതത്തിൽ വിശ്വസിച്ചാലും കൊള്ളാം, അവനേത് നിറമുള്ളവനായി ജനിച്ചാലും കൊള്ളാം, അവനേത് സ്വപ്നത്തെ നെഞ്ചിലേറ്റിയാലും കൊള്ളാം, അവനേത് ഭാഷ മൊഴിഞ്ഞാലും കൊള്ളാം, അവനേത് ദേശത്ത് പാർത്താലും കൊള്ളാം, അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ സമന്മാരിൽപ്പെട്ടവനാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, മുഴുവൻ സൃഷ്ടി സമൂഹവും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പരിശുദ്ധ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഉണർത്തിയതിന്റെ ഉന്നതമായ അവസ്ഥകളെ ഓർക്കുന്നതിന്, ഹൃദയത്തിൽ വഹിക്കുന്നതിന്, ലോകമൊരു ആഗോള സൂപ്പർ മാർക്കറ്റായി മാറ്റിത്തീർത്ത മനുഷ്യന്റെ ആർത്തിയെ, അവന്റെ ദുരയെ, ആ ദുരയുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് മനുഷ്യ സന്തതികൾക്ക് മോചനത്തിന്റെ പാത ഒരുക്കുന്നതിന് മദീനയിലേക്കൊരു പാത, സുഹൃതങ്ങളിലേക്കൊരു പാത, നന്മയിലേക്കൊരു പാത, ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലേക്കൊരു പാത, സ്വത്വബോധത്തിന്റെ നിറവടിയേ ഈ പാത, ആത്മസാക്ഷാത്കാരത്തിന്റെ നടപടിയേ ഈ പാത. ഇത് ഔത്കൃഷ്ടത്തിലേക്കും ഔന്നത്യത്തിലേക്കും പക്ഷങ്ങൾ ഉയർത്തി പറക്കുന്ന പക്ഷിയുടെ ചിറകടി നാദമേ ഈ പാതയിൽ മുഴങ്ങേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ലോകമെന്നൊരാഗോള സൂപ്പർ മാർക്കറ്റ് പോലെ ആഗോളവൽക്കരണമെന്ന പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഒരുപോലെ സമത്വം കൊണ്ടുവരുന്ന വല്ല ആശയവുമാണോ എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റി. ഇത് ലോകത്ത് സാമ്രാജ്യത്വ ദുർമോഹികളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് ആഗോളവൽക്കരണം. എന്തുകൊണ്ടെന്നാൽ ലോകം ഇവരുടെ കണ്ണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം, വലിയ ഒരു കച്ചവട ചന്ത മാത്രം. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആഗോള താപനത്തിലാണ്. ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ,
കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. 200 കോടി മനുഷ്യർക്ക് കുടിവെള്ളം ഇപ്പോൾ തന്നെ ലഭ്യമല്ല. 10 വർഷം കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത ജനങ്ങളുടെ എണ്ണം 300 കോടിയിലെത്തുമെന്ന് പറയുമ്പോൾ ഭൂമിയുടെ സ്രോതസ് ഊറ്റിക്കുടിച്ചതാര്? ദൈവം പെയ്യിപ്പിച്ച മഴയിലെ വെള്ളം തകർത്തതാര്? ഏത് ദുരയാണത്? ഏത് ആർത്തിയാണത്? ഏത് ദുർമോഹമാണത്? ആ ദുർമോഹത്തെ തളച്ച് കെട്ടിക്കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്കിനി മുന്നോട്ടു പോകാൻ ഒരു വഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗോള താപനം പോലുള്ള ആഗോള താക്കീതുകളിലേക്ക് പോകാൻ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് പ്രകൃതി നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകൾ, സന്ധ്യയില്ല, ഉഷസ്സില്ല, എപ്പോഴും ചൂട്, വർദ്ധിച്ചു വരുന്ന ചൂട്. എന്തൊക്കെ പുതിയ പദങ്ങളാണ് ആധുനിക മനുഷ്യന് കോയിൻ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുള്ളത്. സൂര്യതാപം, സൂര്യകോപം, സൂര്യകളങ്കം, എന്തൊക്കെ പുതിയ പദങ്ങൾ. ആധുനിക മനുഷ്യന്റെ നിഘണ്ടുവിൽ സൂര്യൻ താപം ചൊരിഞ്ഞു നിൽക്കുന്ന, ജീവന് ചൂട് പ്രദാനം ചെയ്ത് നിൽക്കുന്ന പ്രകൃതിയുടെ അംശം മാത്രമല്ല, മറിച്ച് ഭൂമിയിലെ ജീവിതത്തിന് ഭീഷണിയായി തീരുന്ന താപത്തെ പ്രസരിപ്പിക്കുന്ന സൂര്യൻ എവിടെ പോയി? പ്രകൃതിയെ കീഴടക്കി എന്ന് പറഞ്ഞ മനുഷ്യന്റെ അഹങ്കാരം. സ്കൂളുകളിലെ പ്രാഥമിക ക്ലാസുകൾ തൊട്ടേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു പോന്നു മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി എന്ന്. ഭർത്താവ് ഭാര്യയെ കീഴടക്കി എന്ന് പറയുമ്പോഴുള്ള ഒരു അസംബന്ധം. പ്രകൃതിയുമായി പാരസ്പര്യത്തിലേക്ക് നീങ്ങേണ്ട മനുഷ്യൻ വഴിവിട്ടുപോയ ബുദ്ധി കൊണ്ട്, വഴിവിട്ട ശാസ്ത്ര ഗവേഷണങ്ങളെ കൊണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കി എന്ന് അഹങ്കരിക്കുന്ന ചുറ്റുപാടിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, എല്ലാം മനുഷ്യന് വേണ്ടി. പക്ഷേ അതിലേറ്റവും പ്രധാനം ജലം. കഴിഞ്ഞ ഡിസംബർ 27-ന് ന്യൂട്രോണിലുണ്ടായ ഉഗ്രസ്ഫോടനം, 50,000 പ്രകാശവർഷങ്ങൾക്കകലെയുണ്ടായ ഉഗ്രസ്ഫോടനം, അത് കുറച്ചുകൂടി അടുത്തു വെച്ച് സംഭവിച്ചിരുന്നുവെങ്കിൽ ഭൂമി ഛിന്ന ഭിന്നമാകുമെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഭൂമി നീങ്ങുന്നത്? എങ്ങോട്ടാണ് അണ്ഡകടാഹത്തിന്റെ നീക്കം? 50,000 പ്രകാശവർഷങ്ങൾക്കകലെ നടക്കുന്ന ഒരു ഉഗ്രസ്ഫോടനം കൊണ്ട് മനുഷ്യനിത്ര ഭീതിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടങ്ങളെ ആർത്തിരമ്പി വരുന്ന സ്നേഹത്തിരമാല, പാവം കടലിന്റെ തിരമാല, ആരെയും ഇന്നോളം നോവിക്കാത്ത കടൽ, ആ തിരമാല വന്ന് കൊണ്ടുപോകുമ്പോ, മൃതദേഹങ്ങളുടെ കൂട്ടങ്ങൾ സംഭവിക്കുമ്പോ, പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്യാൻ നാം വീണ്ടും സമ്മേളിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ഒരു ശാസ്ത്രജ്ഞൻ, വിശ്വപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, തമോഗർത്തങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ ഗവേഷണങ്ങൾ ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞൻ. ആ ശാസ്ത്രജ്ഞൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം കഴിഞ്ഞ് പുതുനൂറ്റാണ്ട് പിറവിയെടുത്ത ശേഷം അതുവരെ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു നിൽക്കുമ്പോ ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങളെ കുറിച്ച് ഞാൻ ഇന്നോളം പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നുവെന്ന് കാലത്തെക്കുറിച്ചും കാലത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോ, ആഗോളതാപനം വഴി സമുദ്രം 1 ഇഞ്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ വളർന്നുവെന്ന് ചിന്തിക്കുമ്പോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാഠമുണ്ട്, ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. ഓരോ പ്രവർത്തനത്തിനും തുല്യമായ സമപ്പെട്ട ഒരു പ്രതിപ്രവർത്തനമുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലം പ്രകൃതിയുടെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ടിന്ന് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, ആ ചുറ്റുപാടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ പറ്റി ചിന്തിക്കാൻ, മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലോചിക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രമാണങ്ങളെ തിരിച്ചു പിടിക്കാൻ, അതിനുവേണ്ടി ഒരു ചിന്ത ഉണരേണ്ടി വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ചിന്ത
ആഗോളതലത്തിൽ തന്നെ ഉണരുമ്പോൾ മനുഷ്യനവന്റെ ആത്മാവിനെ ജയിച്ചടക്കാൻ, ആത്മാവിനെ ജയിച്ചടക്കിക്കൊണ്ട് ലോകത്തിന് നെപ്പോളിയൻ പറഞ്ഞ പോലെ രണ്ട് ആയുധങ്ങളാണ് എന്നും ലോകത്തുണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ടായുധങ്ങൾ, ഒന്ന് ആത്മാവും ഒന്ന് ഖഡ്ഗവുമാണ്. എന്നാൽ വാള് തോറ്റിട്ടേ ഉള്ളൂ, ആത്മാവ് ജയിച്ചിട്ടേ ഉള്ളൂ എന്ന് നെപ്പോളിയൻ പറയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി തിരിച്ചു ചെല്ലേണ്ടതായ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ അവനെ ഓർത്തുകൊണ്ടാണ്, പ്രപഞ്ചത്തിന്റെ നാഥനെ ഓർത്തുകൊണ്ടാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ, സംരക്ഷകനെ, സംവിധായകനെ, ഭൂമുഖം നമുക്ക് പ്രദാനം ചെയ്തവൻ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നവൻ, മനുഷ്യത്വത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചവനെ ദൈവം. നസീമേ സുബ്ഹ ഗുൽഷൻ മേ, നസീമേ സുബ്ഹ ഗുൽഷൻ മേ, ഏതോ ഒരു ഷസ്സിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ, ഏതോ ഒരു സന്ധ്യയിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ, എവിടെയൊക്കെയോ മനുഷ്യൻ കരുതി വെച്ച സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ള പ്രക്രിയ, ദൈവമൊരുക്കി വെച്ച സൃഷ്ടിപ്രക്രിയ, ആ സൃഷ്ടിപ്രക്രിയ മന്ദമാരുതനായി, പുഷ്പജോദ്യാനത്തിലെ മലരുകളായി, ഉഷസ്സായി, ഉണർവായി, സന്ധ്യയായി, പിടിതരാത്ത ആശയമായി മുന്നിൽ നിൽക്കുമ്പോൾ നസീമേ സുബ്ഹ ഗുൽഷൻ മേ ഗുലോൻ സേ ഖേൽതി ഹോഗി, എവിടെയോ ഒരു പൂന്തോട്ടത്തിൽ, എവിടെയോ ഒരു ഉദ്യാനത്തിൽ ഇപ്പോൾ ഏതോ ഒരു ഉഷസ്സിൽ മന്ദമാരുതൻ പൂക്കളുമായിട്ട് സല്ലപിക്കുന്നുണ്ടാകണം. കിസി കീ ആഖിരി ഹിച്ച്കി കിസി കീ ദില്ലഗി ഹോഗി, എവിടെയോ ഒരു മനുഷ്യൻ തന്റെ അന്ത്യശ്വാസമയക്കുമ്പോഴും എവിടെയോ ഒരു സ്നേഹപ്പെടൽ സംഭവിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ തെരുവിലും ഓരോ താരത്തിലും പ്രതിഫലിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഉന്നതമായ നന്മയാണ്. ആ ഉന്നതമായ നന്മയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടല്ലാതെ മനുഷ്യനവന്റെ നഷ്ടപ്പെട്ട പ്രമാണങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. മസാ ആയേഗ മഹ്ശർ മേ, മസാ ആയേഗ മഹ്ശർ മേ കുച്ച് സുന്നേ സുനാനേ കീ, മരിച്ചു ചെല്ലുമ്പോൾ, വിചാരണയെ നേരിടുമ്പോൾ, അല്ലാഹുവേ നിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ, കൊല്ലങ്ങൾക്കിടയിൽ വന്ന് ഇതുപോലൊരു സദസ്സിൽ സമ്മേളിച്ചു നിൽക്കുമ്പോൾ മദീനയുടെ കാൽപ്പാടുകളെ, മദീനയുടെ തെരുവിൽ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകൾ, സ്നേഹത്തിന്റെ സുഗന്ധമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്നേഹത്തിന്റെ സുഗന്ധത്തെ ഓർത്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ അല്ലാഹുവേ നിന്റെ സൃഷ്ടി പ്രതിഭാസത്തെക്കുറിച്ച്, നിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മനുഷ്യരൊക്കെ സമന്മാരാണെന്ന സാഹോദര്യത്തിന്റെ വികാരം ഓർത്തുകൊണ്ട് വീണ്ടും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടവനോട് ഏറ്റു പറയേണ്ടതാണ് മസാ ആയേഗ മഹ്ശർ മേ, മഹ്ശറയിൽ വിചാരണ നേരിടുമ്പോൾ, നിന്റെ മുമ്പാകെ നിലകൊള്ളുമ്പോൾ കുച്ച് സുന്നേ സുനാനേ കീ, പറയേണ്ട സമയമാണ്, കേൾപ്പിക്കേണ്ട സമയമാണ്, കണക്ക് കൊടുക്കേണ്ട സമയമാണ്. ആർത്തിയോടെ ചവച്ചു തുപ്പിയ സ്വപ്നങ്ങളേത്, നശിപ്പിച്ച മൂല്യങ്ങളേത്, കടത്തിവെട്ടിയ ആശയങ്ങളേത്, ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിന്റെ ദുരനീ ഉപയോഗപ്പെടുത്തിയതെന്ന് എല്ലാ കണക്കും കൊടുക്കേണ്ടി വരുമ്പോൾ സുബാൻ തോ മേരി ഹോഗി ഔർ കഹാനി ആപ്കി ഹോഗി, നാവ് എന്റേതാണെങ്കിലും കഥ നിന്റേതായിരിക്കുമല്ലോ ദൈവമേ. അല്ലാഹുവേ തമ്പുരാനെ, മസാ ജായേഗ മഹ്ശർ മേ കുച്ച് സുന്നേ സുനാനേ കീ, കഥ വന്നിട്ട് നിന്റെ മുമ്പാകെ എന്റെ കണക്ക് കേൾപ്പിക്കേണ്ടി വരുമ്പോൾ, പറയേണ്ട സമയത്തും കേൾപ്പിക്കേണ്ട സമയത്തും സുബാൻ തോ മേരി ഹോഗി ഔർ കഹാനി ആപ്കി ഹോഗി, കഥ നിന്റേതായിരിക്കും, നാവ് എന്റേതാണെങ്കിലും
നസർതോ ആഖിരി നസർ ഹൈ. നോട്ടമെന്ന് പറഞ്ഞാൽ ഈ നോട്ടം ദുർബലമാണ്, അത് പരിമിതമാണ്. എന്റെ കാഴ്ച എത്ര ദുർബലമാണ്, പക്ഷേ ഈ കാഴ്ച കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് തമ്പുരാനെ നിന്റെ ദർശനമാണ്, നിന്റെ മുലാഖാത്താണ്, മഹ്ശറയിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടുന്നതിനാണ്. ഈ നോട്ടമെന്ന് പറയുന്നത് മേലോട്ട് നോക്കിയാൽ ഒരവസ്ഥ, കണ്ണ് മുകളിലോട്ട് പിടിച്ചാൽ ഒരവസ്ഥ, താഴേക്ക് പിടിച്ചാൽ വേറെ ഒരവസ്ഥ. നസറിനി ചിക്കർദീതോ ഹയാബൻ ഗൈ. കണ്ണൊന്ന് താഴ്ത്തി പിടിച്ചപ്പോ അത് നാണമായി. നസർ ഊഞ്ചി കർദീതോ ദുആബൻ ഗൈ. കണ്ണൊന്ന് ഉയർത്തി പിടിച്ചപ്പോ അതെന്റെ പ്രാർത്ഥനയായി എന്റെ കണ്ണ്. കണ്ണൊന്ന് താഴ്ത്തി പിടിച്ചപ്പോ നാണമായി. നസറിനി ചിക്കർദീതോ ഹയാബൻ ഗൈ. नजर ऊंची कर दी तो दुआ बन गई, नजर फेर दी तो ഖസാ ബൻ ഗൈ. കണ്ണൊന്ന് തിരിച്ചു പിടിച്ചപ്പോ അത് മരണമായി. ഒറ്റ കണ്ണിന്റെ എത്രയെത്ര പ്രവർത്തനങ്ങളാണ്. കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അതിനെ താഴ്ത്തിപ്പിടിച്ചപ്പോൾ അത് അവന്റെ നാണമായി. കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അതിനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അത് അവന്റെ പ്രാർത്ഥനയായി. കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അത് തിരിച്ചു പിടിച്ച് കിടന്നപ്പോ അതവന്റെ അന്ത്യവേളയായി. നസർ തോ ആഖിരി നസർ ഹൈ, മേരി നാദാൻ സിന്ദഗി ഹോഗി. ഈ പാവപ്പെട്ട ജീവിതം, ദുർബലമായ ജീവിതം അവസാനിക്കുന്നതും ഈ കണ്ണിന്റെ ഒരു താളക്രമം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റും പ്രളയവും ഭൂകമ്പവും ആപത്ത് വിതക്കുന്ന ഒരു ചുറ്റുപാടിൽ നാം ആ വ്യക്തിത്വത്തെ ഉറ്റുനോക്കുകയാണ്. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വീണ്ടും ആ വസന്തം സംഭവിക്കും. വീണ്ടും സലാത്തുകളുടെ പേമാരി മുഴങ്ങും. വീണ്ടും അത് ഇവിടെ നിന്ന് സയ്യാഹുകളായ മലായികത്ത് ചുമന്നുകൊണ്ടുപോകും. അത് റൗളയിലേക്കുള്ള സമ്മാനമാണ്. അത് ഉമ്മത്തിയുടെ ഉപഹാരമാണ്. അത് തീർത്താൽ തീരാത്ത സുഗന്ധമാണ്. അത് സലാത്തിന്റെ പ്രവാഹമാണ്. എന്റെ മേലൊരു വട്ടമാരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും. നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തിനെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ആപത്ത് വരുമ്പോൾ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല പിടികൂടുന്നത്, അക്രമം പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തുകൾ മനുഷ്യനെ വലയം ചെയ്യുകയാണ്. ഭൂകമ്പം വേണമെന്നില്ല, നേരിയ ഒരു കമ്പനം മതി. നേരിയ ഒരു കമ്പനം മാത്രം. സുമാത്ര ദ്വീപിന്റെ തൊട്ടടുത്ത് ഭൂമിയുടെ 30 മൈൽ താഴെ വെച്ച് ഒരു പാളി ഒന്ന് മെല്ലെ ഒന്ന് ഇളകിയിട്ടേ ഉള്ളൂ. വലിയ ഒരു ഭൂകമ്പമല്ല, വലിയ ഒരു ചലനമല്ല, വലിയ ഒരു കുലുക്കമല്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഭൂമി അതിന്റെ കിടുകിടാ കിലുക്കം കിലുങ്ങുന്ന നേരമെന്ന് പറഞ്ഞ വലിയ കുലുക്കമൊന്നുമല്ല. ഭൂമിയുടെ ഒരു പാളി ഒന്നിളകുക മാത്രം ചെയ്തതാണ്. അപ്പോഴേക്ക് സംഭവിച്ചതെന്താണ്? ലക്ഷങ്ങളുടെ മൃതദേഹമാണ്. മാതാവിന്റെ മാറിടത്തോട് 3 ദിവസം അമ്മിഞ്ഞപ്പാലിന് വേണ്ടി മല്ലടിച്ച കുഞ്ഞ്, നിന്നെ ഓർത്തുകൊണ്ട് മദീനയിലേക്കുള്ള പാത. 3-ാമത്തെ ദിവസം രക്ഷാപ്രവർത്തകർ വരുമ്പോഴാണ് കുഞ്ഞറിയുന്നത്, ഞാൻ 3 ദിവസവും മല്ലടിച്ചത് എന്റെ മാതാവിന്റെ മാറിടത്തിലെ അമൃതകുംഭങ്ങളോടല്ല, മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് ചുരത്തുന്ന മാറിടത്തോടല്ല,
മറിച്ച് 3 ദിവസം ഞാൻ മല്ലടിച്ചത് ജീർണിച്ചു തുടങ്ങിയ എന്റെ മാതാവിന്റെ മൃതദേഹത്തോടാണ്. തിരമാല നക്കിക്കൊണ്ടുപോയ ജീവിതമാണ്. ദുരന്തമേ ദുരന്തം, കമ്പനമേ കമ്പനം, ദുരിതമേ ദുരിതം, അത്യാഹിതമേ അത്യാഹിതം, പ്രതിസന്ധിയേ പ്രതിസന്ധി, പ്രതിബന്ധമേ പ്രതിബന്ധം. രക്ഷാമാർഗം എന്താണ് മനുഷ്യ? എല്ലാം ചവച്ചു തുപ്പിയ മനുഷ്യ, എല്ലാം ഊറ്റിയെടുത്ത മനുഷ്യ, 300 കോടി ജലക്ഷാമം കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുത്ത് വിഷമാക്കി വിറ്റിട്ട് തിന്ന് മുടിച്ച് തടിച്ചു കൊഴുക്കുന്ന ലോക കുത്തക കമ്പനികളുടെ മുമ്പിൽ നിസ്സഹായനായ മനുഷ്യ, പാവം മനുഷ്യൻ, ദുഃഖിക്കുന്ന മനുഷ്യൻ, തപിക്കുന്ന മനുഷ്യൻ, വിലപിക്കുന്ന മനുഷ്യൻ. ഈ ലോകത്തിന് ശേഷം വേറെ ഒരു ലോകമുണ്ട്, വേറെ ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. സൂക്ഷിക്കണേ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന പോലെ മരിക്കാൻ പോകുന്നവരാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് മനുഷ്യന്റെ അവസ്ഥ. വഖാലൂ മാ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ നമൂതു വനഹ്യാ. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. വഖാലു, ദൈവനിഷേധികളും സത്യനിഷേധികളും പറഞ്ഞിടുവല്ലോ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലു, അവര് പറഞ്ഞു, മാഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ, ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ഐഹിക ജീവിതം മാത്രമാണ്. ഇവിടെ കാണപ്പെടുന്ന ഈ ജീവിതം മാത്രമാണെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നമൂതു വനഹ്യാ, നമ്മൾ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. വമാ യുഹ്ലികുനാ ഇല്ലദ്ദഹ്ർ, കാലമല്ലാതെ മറ്റൊന്നും നമ്മെ തകർക്കുകയില്ല, കാലം മാത്രമേ നമ്മെ നശിപ്പിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. വമാ ലഹും ബിദാലിക മിൻ ഇൽമ്, അവർക്കതേക്കുറിച്ചൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെറും ഊഹാപോഹം പറയുകയാണ്. പ്രാദേശിക ലോകാവസാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോ ഒരു സാർവലൗകികമായ അന്ത്യപ്രളയത്തെ നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ പ്രകൃതി എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, ഒരു നെരിപ്പോടിന്റെ മുകളിലാണ് നമ്മുടെ ജീവിതം. വെട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ, എന്തിലും പ്രയോജനം നോക്കിക്കൊണ്ട് പ്രയോജനമുള്ളതിനെ മാത്രം സ്വീകരിക്കുന്ന മനുഷ്യൻ, പ്രയോജനം തരാത്തത് മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുന്ന ആധുനിക മനുഷ്യൻ. യൂട്ടിലിറ്റേറിയാനിസത്തിന്റെ കാലഘട്ടം, പ്രയോജനാത്മകവാദത്തിന്റെ കാലഘട്ടം. പ്രയോജനാത്മകത, പ്രയോജനമുള്ളതിനെ മാത്രമേ നിലനിർത്താവൂ. അച്ഛനും അമ്മയും കാശും പണവും തരാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അവരെ വീട്ടിൽ പോറ്റിക്കോ. അതിന് കഴിയാത്ത അവശരായി അവരെ മാറിയെങ്കിൽ അവരെ പുറത്തേക്കെറിയണം, അവരുടെ ചാരുക്കസേരയും പുറത്തേക്കെറിയണമെന്ന് പഠിപ്പിക്കുന്ന സാമ്പത്തികവാദം, യൂട്ടിലിറ്റേറിയാനിസം, പ്രയോജനാത്മകവാദം. തിരമാലകൾ നക്കിക്കൊണ്ടു പോകുമ്പോഴെങ്കിലും മനുഷ്യന് അവനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. അനസേ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹാബിയായ യുവാവായ അനസിനെ. അനസേ, ആളുകൾ ഇനി നഗരങ്ങളിൽ പോയി പാർക്കാൻ തുടങ്ങും. അങ്ങനെ അവർ കെട്ടിപ്പൊക്കുന്ന നഗരങ്ങളിൽ ഒരു നഗരമായിരിക്കും ബസറ നഗരം. ആ ബസറ നഗരത്തിൽ നീ പോയിട്ട് പാർക്കരുത്, നീ കടൽ തീരത്ത് പോയി പാർക്കരുത് അനസേ. നീ വിശാലമായ തുറസായ സ്ഥലങ്ങൾ തേടണം അനസേ. കുറെ കാലം കഴിയുമ്പോ നഗരങ്ങൾ ആളുകളെ കൊണ്ട് നിറയുമ്പോ ഭൂചലനങ്ങളും ഭൂമി വിഴുങ്ങലും രാസമഴയും തീരങ്ങളിൽ വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇത് പരിശുദ്ധ നബിയുടെ തിരുവചനം. പക്ഷേ ഓർക്കാൻ കഴിയുന്നവന് മാത്രമേ ഓർക്കാൻ കഴിയൂ. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറാ. അവർ വലിയ ഗർവ് നടിച്ചു, അവർ സ്വയം അഹങ്കരിച്ചു, അവർ വലിയ ധിക്കാരം കാണിക്കുകയും ചെയ്തു. മനുഷ്യ മഹത്വത്തെ പിച്ചിച്ചീന്തിയെറിയുന്ന ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഉറക്കെ പറയാൻ ആധുനിക മനുഷ്യന് സമയം സമാഗതമായിരിക്കുന്നു. ഭ്രൂണനിർമ്മാണമാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്റെ ഇഷ്ടവിനോദം. ഭ്രൂണനിർമ്മാണം, മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം പ്രാപിക്കുന്ന എംബ്രിയോ, ആ എംബ്രിയോവിനെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പോലെ ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞൻ. അങ്ങനെ പിതൃത്വമില്ലാതെ പിറക്കുന്ന മക്കൾ, മാതാപിതാക്കളില്ലാതെ ജന്മമെടുക്കുന്ന മക്കൾ. ഭ്രൂണനിർമ്മാണത്തിനെതിരെ ലോകത്തിലെ നിയമനിർമ്മാണ സഭകൾ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ, അതിനുവേണ്ടി മൂല്യങ്ങളിലേക്കൊരു തിരിച്ചുപോക്ക് സാധിക്കാൻ മാർച്ച് 22 ലോക ജലദിനം. മദീനയിലേക്കുള്ള പാതയിലിരുന്നു കൊണ്ട് ലോകത്തെ ഇന്ന് ഏറ്റവും അലട്ടുന്ന മനുഷ്യന്റെ ദുഃഖങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ദിനം മാർച്ച് 22 ലോക ജലദിനം. ലോകത്തെ മുഴുവൻ വെള്ളത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു ദിവസം. ആ മാർച്ച് 22 ശേഷം 2015 മാർച്ച് 22 വരെയുള്ള കാലഘട്ടം ജലദശകം. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം മനുഷ്യരാശിയെ ഓർമ്മപ്പെടുത്താൻ ഒരു 10 കൊല്ലം. ജലദശകം, ദ ഡിക്കേഡ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അതിനെക്കുറിച്ച് പഠനം നടത്താൻ ഒരു 10 കൊല്ലം. എന്താണ് ആ 10 കൊല്ലത്തിനിടയിൽ പരിഹരിക്കപ്പെടേണ്ടത്? 200 കോടി വരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുടിവെള്ളമില്ല. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടയിൽ 2 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉയർന്നിരിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് വലിയ വെള്ളപ്പൊക്കങ്ങൾ വരും കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. 15 മീറ്ററാണ് ഒരു വർഷത്തിൽ ഹിമാലയം ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഇന്നോളം ഒരു ക്ഷീണവും പറ്റാതെ നിലകൊള്ളുന്ന കിളിമഞ്ചാരോ പർവ്വതനിരകൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് കിളിമഞ്ചാരോവും ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. ചൂട് വർദ്ധിക്കുകയാണ്. പുറത്തിറങ്ങാൻ വയ്യാതായി. പട്ടാപ്പകൽ ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ വയ്യാതായി. വീടുകളിൽ അർദ്ധരാത്രി വിശ്രമിക്കുന്ന മനുഷ്യൻ പോലും വിയർക്കുന്ന നാടായിട്ട് ഈ സുന്ദരമായ കേരളത്തെയും നാം മാറ്റി. കിളിമഞ്ചാരോ പർവ്വതത്തിലെ മഞ്ഞ് കവചം ഉരുകിത്തുടങ്ങുമ്പോൾ 10 വർഷം കഴിയുമ്പോ ലോകത്ത് സ്ഥിരമായ വരൾച്ച വരുമെന്ന് ഭീതിയോടെ നാം അറിയുമ്പോൾ, വെള്ളത്തിന്റെ ക്ഷാമം വൈദ്യുതി ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് നാം പഠിക്കുമ്പോൾ, അപ്പോഴും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുക്കുന്ന ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ആർത്തി, ഭോഗാസക്തി, ഭൗതിക പ്രമത്തത, ക്ഷണപ്രഭാ ചഞ്ചലമായ സുഖാലസ്യങ്ങൾ, പ്രകൃതിയോടുള്ള ചൂഷണത്തിന്റെ മനസ്ഥിതി, ദേഹപൂജയുടെ കാലഘട്ടം, ദാഹിച്ച് അലയുന്ന ദേഹിയെ അവഗണിക്കുന്ന കാലഘട്ടം, ദേഹിയെ വേണ്ട ദേഹത്തെ മതി, ദേഹത്തെ കുളിപ്പിച്ച് ദേഹത്തെ അലങ്കരിച്ച് ദേഹത്തെ മുഴുവൻ പോഷണം ചെയ്തെടുക്കുന്ന ഭോഗാസക്തിയുടെ കാലഘട്ടം, മനുഷ്യന് വയറ് മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന ഗണിതത്തിന്റെ കാലഘട്ടം, ബുദ്ധിയും ഹൃദയവും വയറിലേക്ക് ഊർന്നിറങ്ങുന്ന കാലഘട്ടം, ആമാശയമാത്ര പ്രധാനമായ ലോകത്ത് ആശയങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ജീവിതഘടന, കുളിമുറി അലങ്കരിക്കുന്ന കാലഘട്ടം, ഹൃദയത്തെ അലങ്കരിക്കാൻ മറന്നുപോകുന്ന കാലഘട്ടം, ചിന്താപരമായ വാമനത്വത്തിന്റെ കാലഘട്ടം,
ഉയർന്ന ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത കാലഘട്ടം, ഇൻസ്റ്റന്റും ഇന്റർനെറ്റും അരങ്ങ് തകർക്കുന്ന കാലഘട്ടം, ആധുനിക യാന്ത്രികത നാണയത്തുട്ടിനെയും കമ്പോള സംസ്കാരത്തെയും മാത്രം സ്നേഹിച്ചപ്പോ അതുവഴി ഉണ്ടായ ആഗോളീകരണം പോലുള്ള പ്രതിഭാസങ്ങൾ വഴി ഭക്ഷണത്തിൽ വിഷം ചേർത്ത കാലഘട്ടം, വാഴ കൊലക്കുന്നതിന് മുമ്പ് വാഴ നടുമ്പോൾ മണ്ണിൽ രാസപദാർത്ഥം, പിന്നെ വാഴ തൂമ്പെടുക്കുമ്പോൾ തൂമ്പിലും രാസപദാർത്ഥം, വാഴ കൊലക്കാൻ പോകുന്നുവെന്നറിയുമ്പോൾ കൊലയുടെ നാമ്പിലും രാസം, അത് കഴിഞ്ഞ് കൊലച്ചു കഴിയുമ്പോ തട്ട പൊട്ടിച്ചിട്ട് രാസപദാർത്ഥം മരുന്ന് കെട്ടും പോലെ ഒട്ടിച്ച് ചേർക്കുന്ന കാലഘട്ടം, വാഴപ്പഴത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കാൻ വീണ്ടും അതിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്ത് അടിച്ചു കയറ്റുന്ന കാലഘട്ടം, എല്ലാമായിട്ട് മനുഷ്യൻ രോഗിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവന് ചികിത്സയുടെ പേരിൽ വിഷഗുളിക കൊടുത്ത് ഒരു രോഗം മാറ്റാനായി അവന് 1000 രോഗം സമ്മാനിക്കുന്ന കാലഘട്ടം. എല്ലാം വിൽപ്പനച്ചരക്ക്, സ്നേഹവും സേവനവും, കലയും കവിതയും, രാഷ്ട്രവും രാഷ്ട്രീയവും എല്ലാം വിൽപ്പനച്ചരക്കായ കാലഘട്ടം. ആത്മാവും ആത്മീയതയും മാതാപിതാക്കളും എല്ലാം വിൽപ്പനച്ചരക്കായ കാലഘട്ടം. ചെറുപ്പത്തിൽ പിതാവ് മോനെ മുത്തം വെച്ചത് മോന്റെ പാദങ്ങളിലായിരിക്കാം. നമ്മളൊക്കെ